CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ യൂട്യൂബർ KM ഷാജഹാനെ കൊച്ചിയിലെത്തിച്ചു. ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും KM ഷാജഹാൻ അറസ്റ്റിലായത്. ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അപ്പം പറയാനെല്ലാം ഉണ്ട്, ഒരുപാട് പറയാം. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനിട്ട് തിരിച്ചു വരുമ്പോൾ പറയാം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, ആദ്യം ചോദ്യം ചെയ്യുന്നു ഈ വിഷയത്തിൽ, അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പിന്നീട് ആ ഡിവൈസ് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഡിവൈസിൽ നിന്ന് കൃത്യമായിട്ട് ഇതിന് തെളിവുകൾ കിട്ടിയിരുന്നില്ല. പിന്നീട് ആ തെളിവുകളെല്ലാം ലഭിക്കുന്നു. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള വീണ്ടും ഉണ്ടായ ഒരു പരാമർശം ഉണ്ടായിരുന്നു, അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം തന്നെ. അപ്പോൾ KJ ഷൈൻ വീണ്ടും പരാതി നൽകുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് വീട്ടിൽ ചെന്ന് തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് പോലീസ് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മെഡിക്കലിന് ശേഷം കൊണ്ടുവരുന്നു, ചോദ്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് മാധ്യമങ്ങളോട്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, പോയി വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. വിഷ്ണു, അപ്പോൾ എങ്ങനെയാണ് കേസിന്റെ കാര്യങ്ങൾ? എങ്ങനെയാണ്? ഒരു കേസൊന്നുമല്ല, ഒന്നിനു പിന്നാലെ കേസുകളുണ്ട്. അതേസമയം പിണറായി വിജയനെ പറ്റി എന്തോ ഇനിയും പറയാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഷാജഹാൻ. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അശ്വി ഗുഡ് മോർണിംഗ്. അദ്ദേഹം പിണറായി വിജയനെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. അതിലൊരു പുതിയ അത്ഭുതമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊരു ക്രൈം, വളരെ ഗുരുതര സ്വഭാവമുള്ളൊരു ക്രൈം ഉണ്ടെന്നാണ് സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് തന്നെ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് സൈബർ പോലീസ് കടന്നത്. ആദ്യ കേസിൽ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ ആദ്യ കേസിൽ 2 പേരെ പ്രതി ചേർത്ത് സൈബർ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. KM ഷാജഹാനും CK ഗോപാലകൃഷ്ണൻ നോട്ടീസ് നൽകി. അതിൽ CK ഗോപാലകൃഷ്ണൻ പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ജില്ലാ കോടതിയെ സമീപിച്ചു. പക്ഷേ KM ഷാജഹാൻ സൈബർ പോലീസിന് മുൻപാകെ ഹാജരായി വിശദമായി മൊഴി നൽകി തിരികെ വിട്ടതാണ്. തിരികെ ചെന്ന് തിരുവനന്തപുരത്ത് എത്തിയതിന് പിന്നാലെ മറ്റൊരു വീഡിയോ കൂടി പുറത്തിറക്കി. അത് ഷൈൻ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന് പിന്നാലെ KJ ഷൈൻ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ സൈബർ പോലീസിൽ പരാതി നൽകി. ഉച്ചയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്ത് വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ നിന്നുള്ള സംഘം തിരുവനന്തപുരത്തെത്തി KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഹാബിച്വൽ ഒഫൻഡർ ആണ് KM ഷാജഹാൻ എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. കാരണം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് നിമിഷ ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അത് ഗുരുതര സ്വഭാവമാണ് അത്തരത്തിലുള്ള സംഭവത്തിനുള്ളത്. അതുകൊണ്ടാണ് അടിയന്തരമായ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോയത്. കോടതിയിലും നിലവിൽ പോലീസ് ഇക്കാര്യം വ്യക്തമാക്കും. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെ സമാനമായ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ കോടതിയിൽ പോലീസ് പറഞ്ഞത് ഇയാൾ നിരന്തരം ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളാണെന്നാണ്. അത് തന്നെ ഇവിടെയും ഷാജഹാനെതിരെ പോലീസ് കോടതിയിൽ പറയുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഷാജഹാൻ നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന ഇന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും ആലുവ ജില്ലാ കോടതിയിൽ ഹാജരാക്കുക. ആ ഘട്ടത്തിൽ ശക്തമായി തന്നെ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഒരു അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് KJ ഷൈൻ നൽകിയ പരാതിയിൽ കൂടുതൽ അറസ്റ്റുകൾ, കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഇതൊരു അപവാദ പ്രചരണമാണ്. എന്താണ് നടന്നതെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല. അന്തരീക്ഷത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവം, അത് ഒരു വീഡിയോയെ പുറത്തിറക്കുന്നു, അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഗുരുതര സ്വഭാവമായ ഒരു ക്രൈമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.